സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രതിഷേധവും വാക്പോരുമാണ് ഇന്ന് നിയമസഭയിലുണ്ടായത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വാക്പോരിനിടെ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ കസാരയുടെ അടുത്തെത്തി പ്രതിഷേധിച്ചു. ഇതോടെ തീരുമാനിച്ച അടിയന്തര പ്രമേയ ചർച്ച അടക്കമുള്ള നടപടികൾ ഒഴിവാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭാ നടപടികളുമായി ഒരു തരത്തിലും സഹകരിക്കേണ്ടെന്ന തീരുമാനം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തന്നെ പ്രതിപക്ഷം എടുത്തിരുന്നു. ചോദ്യോത്തരവേള മുതൽ തന്നെ പ്രതിപക്ഷ പ്രതിഷേധം ആരംഭിച്ചു. ശൂന്യവേളയിൽ മലപ്പുറവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ പരിഗണനയ്ക്കെടുത്തു. പ്രതിപക്ഷത്തെ വെട്ടിലാക്കി നോട്ടീസ് ചർച്ച ചെയ്യാമെന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു. സർ, ബോധപൂർവം ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്ത് കളിയാണ്. ഇതോടെ ഫ്ലോർ മാനേജ്മെന്റിൽ മാറ്റം വരുത്തി സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും തിരിഞ്ഞു പ്രതിപക്ഷം. വിട്ടുകൊടുക്കാൻ ഭരണപക്ഷം തയ്യാറായില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ. ചില കോർപ്പറേഷനുടെയും കമ്പനിയുടെയും സംബന്ധിച്ച കൂടുതൽ പ്രവർത്തികൾ ഭേദഗതി ബില്ലിന്റെ അവതരണവും സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് എടുക്കണം. ബഹളത്തിനിടെ പ്രതിപക്ഷത്ത് നിന്ന് മാത്യു കുഴൽനാടനും അൻവർ സാദത്തും സ്പീക്കറുടെ കസേരയ്ക്കടുത്തേക്ക് എത്തി. സർ, കാര്യവിവര പട്ടികയിലെ 3.1 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. സഭാ നടപടികൾ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതായതോടെ അനുവദിച്ച അടിയന്തര പ്രമേയ ചർച്ച പോലും വേണ്ടെന്ന് വെച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. മീഡിയ 1, തിരുവനന്തപുരം.